കേരളത്തിലെ ഒരു മന്ത്രിക്കെതിരെ ഗണേഷ് കുമാറിന്റെ സ്വന്തം ഭാര്യ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പോലീസ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കുന്നതിൽ വൈകിപ്പിച്ചു, അല്ലെങ്കിൽ ഗണേശുമാരിയുടെ അവിഹിതം അവർ നേരിട്ട് തന്നെ കണ്ടു എന്നൊക്കെ. അതായത് ധാർമ്മികതയുടെ ഒരു വശം അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ പോലീസ് നോക്കി നിൽക്കെ കയ്യേറ്റം ചെയ്തു, തന്നെ സ്റ്റാഫുകൾ ഇത്തരത്തിൽ ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു, പോലീസിനോട് അഭ്യർത്ഥിച്ചു, 112 വിളിച്ച് പറഞ്ഞിട്ടും യാതൊരു തരത്തിലുള്ള ഒരു പ്രതികരണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. അങ്ങനെ കുറേ ഉണ്ട്. അല്ല, പരാതി വളരെ കൃത്യമായി മുഖവിലക്കെടുത്ത് ആവശ്യമായ നടപടികൾ ബന്ധപ്പെട്ട എല്ലാവരും സ്വീകരിക്കണം. അത് എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ മറ്റ് വിശദാംശങ്ങളെക്കുറിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ ഒരു പരാതി ഉയർന്നു വന്ന സാഹചര്യത്തിൽ ആ പരാതിയുടെ ഗ്രാവിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ആളം ഒക്കെ നമ്മൾ അളക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് എത്രയും പെട്ടെന്ന് ആ പരാതിക്കൊരു പരിഹാരം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സമീപനം ബന്ധപ്പെട്ടവരെല്ലാം സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇതിൽ ഈ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വരെ നേരിട്ട് വിളിച്ചു, വീണ വിജയനെ വിളിച്ച് പറഞ്ഞു എന്നെല്ലാം പറയുന്നു. അപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ വീട് വരെ. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് പ്രാഥമികമായ അന്വേഷണം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അപ്പോഴാണ് മറ്റെല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ഞാൻ മറ്റ് കാര്യങ്ങളെക്കുറിച്ചിട്ട് വിശദാംശങ്ങൾ അറിയാതെ പ്രതികരിക്കാൻ സാധിക്കില്ല. പക്ഷേ എന്താണോ ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചിട്ട് അതിൻ്റെ പ്രാഥമിക വിവരം കിട്ടിയാൽ കേസ് രജിസ്റ്റർ ചെയ്യുക, അന്വേഷണം നടത്തുക, ഏത് കേസുകളും സ്വീകരിക്കുന്നത് പോലെ ഏറ്റവും പെട്ടെന്ന് നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് എടുക്കേണ്ടത്. അല്ല, ഞാൻ പറയുന്നത് ഇന്നിപ്പോൾ കേരളീയ സമൂഹം അല്ലെങ്കിൽ നമ്മളെല്ലാവരും തന്നെ ഇന്നാണ് ഈ കാര്യത്തെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നടത്താൻ കഴിയുന്ന ഒരു പ്രതികരണം ഇതാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ മറ്റ് പിന്നാമ്പുറങ്ങൾ ഉള്ളറകളൊന്നും അറിയില്ല, ഞങ്ങളതങ്ങനെ അന്വേഷിച്ച് പോകുന്നവരുമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുരുതരമായ ആരോപണം ഉയർന്ന സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് ആവശ്യമായ നടപടികൾ ബന്ധപ്പെട്ടവർ സ്വീകരിക്കാനുള്ളതാണ്. ഇപ്പോൾ ഗണേഷ് കുമാറിനെതിരെ ഇങ്ങനെ ഒരു നടപടി ഇപ്പോൾ സ്വീകരിക്കേണ്ട ഘട്ടം വന്നു കഴിഞ്ഞാൽ, ഒരു പക്ഷേ പരാതി കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ അതൊരു വലിയ തിരിച്ചടി. അല്ല, അങ്ങനെയല്ല. പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു എന്ന് പറയുന്നത് വേറൊരു ഭാഗമാണ്. അതിൻ്റെ അത് തെരഞ്ഞെടുപ്പുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. തെരഞ്ഞെടുപ്പിനെ അതിനെ ബന്ധപ്പെടുത്താൻ നിങ്ങൾക്കുള്ള വ്യഗ്രതയാണ്. തെരഞ്ഞെടുപ്പുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. അല്ല, ഞാൻ നോക്കി ഒന്നിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും സ്വകാര്യ സംഭാഷണങ്ങൾ പറഞ്ഞാലൊന്നും ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഡൽഹിയിൽ മറുപടി പറയാൻ പറ്റില്ല. ഒരു പരാതി വരുന്നാൽ ആ പരാതി സംബന്ധിച്ചിട്ട് ന്യായമായ അന്വേഷണം ഉണ്ടാവും. പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് ഒരിക്കലും ഞാൻ വീഴ്ച പറ്റിയോ ഇല്ലയോ അങ്ങനെയുള്ള വിശദാംശങ്ങളൊന്നും ഇപ്പോൾ പറയാൻ ഞാൻ ആളല്ല. ഒരു പരാതി ഉയർന്നു വന്നാൽ സ്വാഭാവികമായിട്ടും ആ പരാതിയെ സംബന്ധിച്ച് ഒരു അന്വേഷണം ഉണ്ടാകുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സ്വാഭാവികമായ നടപടിക്രമം. അത് നടക്കട്ടെ. എനിക്ക് ചരിത്രം ഓർമ്മയില്ല. ഞാനങ്ങനെ ഇത് എല്ലാ ചരിത്രവും ഇപ്പോൾ ഇത് എന്തോരം കാര്യങ്ങൾ മനസ്സിൽ വെക്കണം, അതിനിടയിൽ ഈ മുഴുവൻ ഇങ്ങനെ ഓർമ്മിച്ചിരിക്കാൻ പറ്റും, എന്തോരം കാര്യങ്ങൾ പഠിക്കണം അതിനിടയിൽ.